അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇസ്ലാം സൊല്യൂഷൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. മക്കൾക്ക് ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലിയാണ് ഇന്ന് പറയുന്നത്. ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സുബ്ഹാനല്ലാഹു തആല എല്ലാവർക്കും ഉന്നത വിജയം നൽകട്ടെ, ആമീൻ. ഇന്ന് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കി ജീവിതത്തിൽ ഉപകാരപ്പെടുത്തുക. പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ എല്ലാവരും ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ സകല മേഖലകളും ജയിക്കാൻ കഴിയും, ഉറപ്പ്. വിദ്യാർത്ഥികൾ പരീക്ഷ കഴിയും വരെ വുളു ചെയ്ത് പഠിക്കുക. വുളു ഒരു ഇബാദത്താണ്. മാനസികമായി ശാരീരികമായി ശുദ്ധിയുണ്ടാക്കി തരുന്നതാണ്. വുളു എന്നാൽ പ്രകാശങ്ങളുടെ മേൽ പ്രകാശമാണ്. വുളു ചെയ്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു പവർ, ഒരു ശക്തി കിട്ടുന്നതാണ്. വുളു നിത്യമാക്കി നടക്കുന്നത് ഒരു മുഅ്മിനിൻ്റെ സ്വഭാവമാണ്, സുന്നത്താണ്. പിശാചിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് വുളു പതിവാക്കൽ. അതുകൊണ്ട് വുളു ചെയ്ത് നിങ്ങൾ നിത്യവും പഠിച്ചാൽ അത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരമാകും. പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. പഠിച്ചതിൽ ബർക്കത്ത് ഉണ്ടാകും. പരീക്ഷ എളുപ്പമാവുകയും വിചാരിക്കാത്ത രീതിയിൽ ഉന്നത വിജയം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. 100% ഉറപ്പു തരുന്നു. ഒരുപാട് അനുഭവമുണ്ട്. പരീക്ഷ റിസൾട്ട് വരുന്നതുവരെ കുട്ടികൾ ഈ 2 ഇസ്മുകൾ പതിവാക്കിയാൽ ഉന്നത വിജയം കൈവരിക്കാൻ കഴിയും. വിദ്യാർത്ഥികൾ പതിവാക്കേണ്ട ആദ്യത്തെ ഇസ്മ് അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങളിൽപ്പെട്ട യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ, വിജയം നൽകുന്നവനെ, വിജയിപ്പിക്കുന്നവനെ എന്നാണ്. ഈ ഇസ്മിൻ്റെ അർത്ഥം സുബഹി നിസ്കാര ശേഷം വലതു കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി അർത്ഥം ചിന്തിച്ചുകൊണ്ട് യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ് 71 തവണ ചൊല്ലിയാൽ ആ കാര്യം വിജയിക്കാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഇസ്മ് പതിവാക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പതിവാക്കേണ്ട മറ്റൊരു ഇസ്മാണ് യാ മുഖദ്ദിമു യാ അല്ലാ, യാ മുഖദ്ദിമു യാ അല്ലാ, മുന്തിക്കുന്നവനെ, മുന്നിലാക്കുന്നവനെ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഇത് ചുരുങ്ങിയത് 184 തവണയാണ് ചൊല്ലുക. റിസൾട്ട് കിട്ടുന്നതുവരെ ഈ ഇസ്മ് പതിവാക്കുക. പരാജയഭീതി ഇല്ലാതാവും. പ്രതീക്ഷിക്കാതെ വിജയം ലഭിക്കും. അസ്സലാമു അലൈക്കും.